ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. ഇന്ന് നമ്മൾ മുന്താസ് ഓർക്കിഡിൽ പുതിയ വെറൈറ്റി ഡെൻഡ്രോബിയങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പ്ലാന്റും അതിൻ്റെ പൂക്കളും ഞാനിവിടെ കാണിക്കാം കേട്ടോ. ഇത് സീസർ എയർലി പിങ്ക് സ്പ്ലാഷ് ആണ് കേട്ടോ. അതിൻ്റെ പൂവാണത്. പ്ലാന്റും എല്ലാതും കണ്ടോളൂ. വന്ന പ്ലാന്റുകളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. പ്ലാന്റും കണ്ടോളൂ, പൂവും കണ്ടോളൂ കേട്ടോ. ആ പൂവ് നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല കടുത്ത പിങ്കാണ്. പ്ലാന്റ് ഉണ്ടല്ലേ, നല്ല ഉഷാറ് പ്ലാന്റുമാണ് കേട്ടോ. എല്ലാ പ്ലാന്റും കണ്ടോളൂ. എല്ലാം ഞാനിങ്ങനെ എടുത്ത് കാണിക്കണത് അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇത് അടുത്ത പ്ലാന്റ്. ഇത് കുറച്ച് നല്ലോണം മെച്ചോർഡായ വലിയ പ്ലാന്റാണ് കേട്ടോ. നല്ല വേരൊക്കെ വന്ന് കുറേ കടയൊക്കെ ഉള്ള നല്ലൊരു പ്ലാന്റാണ്. അതിൻ്റെ എല്ലാ പ്ലാന്റും കണ്ടോളൂ കേട്ടോ. ഇതാണ് ബുരാന സൺഷൈൻ. ബുരാന സൺഷൈനാണ് കേട്ടോ. ഇത് വലിയ പ്ലാന്റാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ പ്ലാന്റും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കിക്കോളിട്ടോ. നല്ല വേരും ഒക്കെ ഉള്ള നല്ല പ്ലാന്റുകളാണ്. പിന്നെ ഈ പൂവുള്ള പ്ലാന്റാണ് കേട്ടോ. പൂവണ്ടില്ലേ, തനി വൈറ്റാണ്. പക്ഷേ ആ ലിപ്പിൻ്റെ ഒരു കര ഉണ്ട് കേട്ടോ. ഞൊറിയായ ലിപ്പാണ്. ആ ലിപ്പിന് കണ്ടൊരു ബ്രൗൺ കളറിൽ ഒരു ചെറിയൊരു കര ഉണ്ട് കേട്ടോ. ഈ പ്ലാന്റാണ് പിന്നെ വന്നിട്ടുള്ളത്. നല്ല വൈറ്റ് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ കര കേട്ടോ. അത് നല്ലോണം കൊല കുത്തിയൊക്കെ പൂക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ പ്ലാന്റിൻ്റെ ഇത് കണ്ടോളൂ കേട്ടോ. പ്ലാന്റ് ഇങ്ങനത്തെ പ്ലാന്റാണ്. ഈ 2 സ്പൈക്കൊക്കെ വന്നേക്കണം ഓരോരോ തണ്ടിൽ. അതിൻ്റെ എല്ലാ പ്ലാന്റും കണ്ടല്ലോ. അപ്പോൾ ആ പൂവും കണ്ടു കേട്ടോ. ഇനി അടുത്ത പ്ലാന്റ് നോക്കുക. നല്ല കരുത്തുള്ള നല്ല ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ് കേട്ടോ. കണ്ടില്ലേ, നല്ല ഉഷാറായിട്ട് പൂക്കാനായി ഇങ്ങനെ നിൽക്കുന്ന പ്ലാന്റുകൾ കേട്ടോ. എല്ലാ പ്ലാന്റും ഗിഫ്റ്റ് ബൈ ഗോഡ് കേട്ടോ. നല്ലൊരു സുന്ദരി പൂവ് തന്നെയാണത്. പ്ലാന്റും സുന്ദരി തന്നെയാണ്, പൂവും സുന്ദരി തന്നെയാണ്. അങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ എന്താ ഭംഗിയറിയാം. ഇവിടെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂവ് തന്നെയാണത്. പറയാതിരിക്കാൻ വയ്യ അതിൻ്റെ ഭംഗി. ഗിഫ്റ്റ് ബൈ ഗോഡ്. നല്ല പ്ലാന്റ് അല്ലേ, ഒക്കെ സൂപ്പറാണ് കേട്ടോ. ഇനി അടുത്തൊരു പ്ലാന്റ് നോക്കുക. അത് നല്ല മൂത്ത പ്ലാന്റാണ്, മെച്ചേർഡായ പൂക്കാനായ പ്ലാന്റ്. അതിൻ്റെ പൂവ് കണ്ടാൽ ആരും വാങ്ങിപ്പോണ പ്ലാന്റാണ് കേട്ടോ. സീസർ വൈറ്റാണ്. സീസർ വൈറ്റ് കണ്ടില്ല, അതിൻ്റെ പൂവ് കൊല കുത്തി ഇങ്ങനെ തൂങ്ങി നിൽക്കണുണ്ടോ. സീസറിൻ്റെ പൂക്കൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ വൈറ്റിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ട് കേട്ടോ. നല്ല പ്ലാന്റുമാണ്, നല്ല പൂവാണ് കേട്ടോ. നമുക്കറിയാലോ സീസറിൻ്റെ പൂക്കൾ കൊല കുത്തി പൂക്കുന്നുള്ളത്. അതിൻ്റെ തനി വൈറ്റാണ്, വേറെ ഒരു കളറും ഇല്ല കേട്ടോ ഇവ ചേർക്കാൻ. അപ്പോൾ നല്ല ഭംഗി തന്നെ ഇക്കാരം. വലിയ സ്പൈക്കായിട്ടല്ലേ വരിക. പ്ലാന്റും തന്നെ നല്ല സൂപ്പർ പ്ലാന്റാണ്. പൂവ് എന്തായാലും നല്ല ഭംഗിയില്ലേ. അപ്പോൾ പ്ലാന്റ് കണ്ടല്ലോ. ഇനി അടുത്ത പ്ലാന്റ് ഏതാ നോക്കുക കേട്ടോ. ഇതിപ്പോൾ അത്രയും വിശദമായിട്ട് ഞാൻ എടുത്തു തരുന്നത് എന്താ വെച്ചാൽ എല്ലാ പ്ലാന്റും നിങ്ങൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഓരോ പ്ലാന്റും ഓരോ തരമാണല്ലോ. അപ്പോൾ ആ പ്ലാന്റ് മൊത്തം നിങ്ങൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വിശദമായിട്ട് എടുക്കണത്.
ഇനി ഇങ്ങനത്തെ പ്ലാന്റ് നിങ്ങൾ ഇനി ചോദിക്കുകയാണെങ്കിലും ഈ പ്ലാന്റ് ഇതിൽ കാണുന്ന ഈ പ്ലാന്റാണ് അയച്ചു തരിക കേട്ടോ. കിങ് ഡ്രാഗൺ വൈറ്റ് യെല്ലോ എന്നുള്ളതാണിത്. ഈ ഡ്രാഗൺ പൂവിൻ്റെ വൈറ്റും യെല്ലോയും കൂടിയും കൂടിയതാണിത് കേട്ടോ. അതിൻ്റെ പ്ലാന്റൊക്കെ കണ്ടോളി, പൂവും കണ്ടോളി കേട്ടോ. അത് നല്ല പ്ലാന്റ് തന്നെയാണ്. ഇതിനി വേറൊരു പ്ലാന്റ്, ഇതിപ്പോൾ ഏതാണ് ബ്രൗൺ പർപ്പിൾ ലിപ്പ് കേട്ടോ. അതിൻ്റെ പൂവാണത്, ബ്രൗൺ പർപ്പിൾ ലിപ്പിൻ്റെ പൂവാണത്. പ്ലാന്റും കണ്ടില്ലേ, നല്ല ഉഷാറ് പ്ലാന്റ് തന്നെയാണ്. എനിക്കിപ്പോൾ നിങ്ങളോട് എനിക്കിങ്ങനെ വിശദമായിട്ട് കാണിക്കണ്ട, നമുക്ക് വാങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പൂവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏതും വാങ്ങാം. പിന്നെ ഞാനിതിങ്ങനെ വിശദമായിട്ട് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ പ്ലാന്റുകൾ മൊത്തം നിങ്ങൾ കണ്ടോട്ടെ, കണ്ടിട്ട് എടുത്തോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. നമുക്ക് പൂക്കളോടാണല്ലോ അധികം ഇത്. പിന്നെ നമ്മൾ എപ്പോൾ വാങ്ങുമ്പോഴും ഏത് പ്ലാന്റ് വാങ്ങുമ്പോഴും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെ ആണോ നോക്കുക. നല്ല ഹെൽത്തി ആയ പ്ലാന്റ് വാങ്ങി വളർത്താൻ നോക്കുക കേട്ടോ. എന്താണ് മൈനിൻ ഉറൈവോണെന്നോ അങ്ങനെ എന്തോ ആണ്, ഡെൻഡ്രോബിയം, പേരൊന്നും വായിക്കാൻ കിട്ടണില്ല, ഇനിയിപ്പോൾ അതന്നെയാണോ എന്നും അറിയില്ല. ഏതായാലും അതാണ്. അതിൻ്റെ പൂവൊക്കെയാണ് മഞ്ഞമ്മൽ വയലറ്റ് ലിപ്പ്. നമ്മളെ ഇങ്ങനത്തെ പൂക്കൾ കുറേ ഉണ്ട് കേട്ടോ, പേര് പല വിധത്തിലുമാണ് വരുന്നത്. ഇങ്ങനത്തെ ഈ മഞ്ഞപ്പൂവ് കുറേ ഉണ്ട്. അപ്പോൾ ഇത് കിട്ടാത്തൊരു പേരാണ്, കടിച്ചാൽ പൊട്ടാത്തൊരു പേരാണ് വന്നേക്കണേ. അതിൻ്റെ പ്ലാന്റും നല്ല പ്ലാന്റാണ്. ഇനി അടുത്ത പ്ലാന്റ് ഇതാണ്. ഇത് നല്ലൊരു പ്ലാന്റാണ്, കാണാനും നല്ല ഉഷാറാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത് കാണാൻ. നല്ല ലീഫൊക്കെ ആയിട്ട് നല്ല ബുഷിയായ പ്ലാന്റ് കേട്ടോ. ഇതാ കുള്ളം പ്ലാന്റാണ്. ഇതിനെല്ലാം നമ്മൾ പറയാം എന്താണ് ഹൈബ്രിഡ് പ്ലാന്റ്, മിനിയേച്ചർ. ഇതിൻ്റെ പൂവും തന്നെ ഒന്നൊന്നര പൂവാണ് കേട്ടോ. കാരോൾ ഗോ അങ്ങനെ എന്തോ ഒരു പേരാണ്. പക്ഷെ പൂവ് അത് നമുക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. അത് നമ്മളാ ഗിഫ്റ്റ് ബൈഗോട്ടിൻ്റെ മാതിരിയുള്ള പൂവാണ്, കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ, മഞ്ഞ് നല്ല പർപ്പിളും. ഇത് വേറെ ഒരു പ്ലാന്റ്. ഇതിൻ്റെ പേരെന്താ നോക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, ഡെൻഡ്രോബിയം ഐറി ഗോൾഡ് സ്പിന്ന്. ഈ ആൻറ്റിലോപ്പിൻ്റെ മാതിരിയുള്ളത് കേട്ടോ. ക്രോസാണെന്ന് മാത്രം, 2 കളറിൽ ക്രോസാണ്. പിന്നെ ഈ ഒരു പൂവുള്ള പ്ലാന്റ്, ഇത് മിനിയേച്ചറാണ്. നിറയെ പൂക്കൾ ഇടും കേട്ടോ. അത് നല്ല നീളമുള്ള നല്ല സ്പൈക്കും നല്ല പൂക്കളുമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു. ഇത്രയും ഡെൻഡ്രോബിയം ഓർക്കിഡ്, മുന്താസ് ഓർക്കിഡിൽ വന്നിട്ടുണ്ട്. ഒക്കെ നല്ല പ്ലാന്റുമാണ്. നിങ്ങൾക്ക് പ്ലാന്റ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുക. ആ നമ്പറിൽ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഈ കാണിച്ച് തന്ന പ്ലാന്റുകളാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്തോളി കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.